ഇന്ന് നമ്മൾ വളരെ വിശദമായി പരിശോധിക്കാൻ പോകുന്നത് മിഥുന രാശിയിൽ ജനിച്ച തിരുവാതിര നക്ഷത്രക്കാരുടെ 2026 വിഷു മുതൽ 2027 വിഷു വരെയുള്ള ഒരു വർഷത്തെ സമ്പൂർണ്ണ ഗോചരഫലമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യ അനുഭവങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. തിരുവാതിര നക്ഷത്രത്തിന്റെ നാഥൻ രാഹു ആയതുകൊണ്ട് തന്നെ രാഹുവിൻ്റെയും ഒപ്പം വ്യാഴം, ശനി തുടങ്ങിയ വൻ ഗ്രഹങ്ങളുടെയും മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കുന്ന ഒരു വർഷമാണിത്. നിങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന ഒട്ടേറെ സന്തോഷ വാർത്തകൾ ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളും മാസഫലങ്ങളും ഞാൻ വിശദമാക്കാം. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നമസ്കാരം, ജ്യോതിർമണ്ഡലം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി മാറുന്നത് വ്യാഴത്തിന്റെ മാറ്റമാണ്. 2026 ജൂൺ 2-ന് വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിൽ നിന്നും മാറി കർക്കിടക രാശിയിലേക്ക്, അതായത് 2-ാം ഭാവം അഥവാ ധനഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മാത്രമല്ല അവിടെ വ്യാഴം ഉച്ചസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നു. 2026 ജൂൺ 2 മുതൽ നവംബർ വരെയുള്ള ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടമായിരിക്കും. സാമ്പത്തികമായി വലിയ കുതിച്ചുചാട്ടം ഈ സമയത്തുണ്ടാകും. പഴയ കടങ്ങൾ വീട്ടി തീർക്കാൻ സാധിക്കും. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മാറി അത് നിങ്ങളുടെ കൈകളിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വിവാഹം വൈകുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെ സന്തോഷം നൽകുന്ന സമയമാണിത്. ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്താനും വിവാഹം നടക്കാനും സാധ്യത വളരെ കൂടുതലാണ്. പ്രണയിക്കുന്നവർക്ക് അത് വീട്ടിൽ അവതരിപ്പിക്കാനും സമ്മതം നേടിയെടുക്കാനും സാധിക്കും. കുടുംബത്തിൽ പുതിയ അതിഥി എത്തുന്നതിനും മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും ഈ സമയം സാക്ഷ്യം വഹിക്കും. കർമ്മരംഗത്ത് ശനി 10-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും വ്യാഴത്തിന്റെ ശക്തമായ സ്വാധീനം കാരണം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കും. IT, ബിസിനസ്, കോർപ്പറേറ്റ് മേഖലകളിലുള്ളവർക്ക് ജൂൺ ഒക്ടോബർ സമയത്ത് മികച്ച ഇൻക്രിമെന്റും പ്രമോഷനും ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ഉപരിപഠനത്തിനോ ജോലിക്കോ ശ്രമിക്കുന്നവർക്ക് വിസ സംബന്ധമായ തടസ്സങ്ങൾ മാറി യാത്ര തിരിക്കാൻ സാധിക്കുന്നതാണ്. സന്തോഷവാർത്തകൾക്കൊപ്പം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് ദോഷഫലങ്ങളുമുണ്ട്. ചില ഗ്രഹങ്ങൾ ചില പരീക്ഷണങ്ങളും ഈ വർഷം നൽകുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു വർഷക്കാലം മുഴുവൻ ശനി നിങ്ങളുടെ 10-ാം ഭാവമായ മീനം രാശിയിലാണ്. 10-ാം ഭാവത്തിലെ ശനി കർമ്മശനി എന്നാണ് അറിയപ്പെടുന്നത്. ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങളും ജോലിഭാരവും അമിതമായി വർദ്ധിക്കും. ടാർഗറ്റുകൾ പൂർത്തിയാക്കാൻ കൂടുതൽ വിയർപ്പൊഴിക്കേണ്ടി വരും. ജോലിയിൽ മേലധികാരികളുമായി തർക്കത്തിൽ നിൽക്കാതിരിക്കുക എന്നത് ഈ വർഷം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. അഷ്ടമരാഹു നൽകുന്ന ചില മുന്നറിയിപ്പുകൾ. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ വർഷത്തിന്റെ അവസാന പകുതിയിലാണ്. 2026 ഡിസംബർ ആദ്യവാരം രാഹു നിങ്ങളുടെ 8-ാം ഭാവമായ മകരത്തിലേക്ക് അഥവാ അഷ്ടമരാഹുവിലേക്ക് മാറുന്നു. ഒപ്പം കേതു 2-ാം ഭാവത്തിലേക്കും വരുന്നു. ഡിസംബറിന് ശേഷം ആരോഗ്യകാര്യങ്ങളിൽ അതീവ ജാഗ്രത വേണം. വാഹനങ്ങൾ ഓടിക്കുമ്പോഴും രാത്രിയാത്രകളിലും ശ്രദ്ധിക്കുക. അനാവശ്യമായ നിയമപ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾ ഈ സമയത്ത് തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കൃത്യമായ മാസഫലങ്ങൾ. ഇനി ഓരോ മാസവും എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നതെന്ന് നോക്കാം. മേടം, ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെ. സൂര്യൻ 11-ാം ഭാവത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന സമയമാണ്. വിഷുവിനോടനുബന്ധിച്ചുള്ള ഈ തുടക്കം സാമ്പത്തികമായി വളരെ മികച്ചതാണ്. സുഹൃത്തുക്കളിൽ നിന്നും വലിയ തോതിലുള്ള സഹായം ലഭിക്കും. ഏത് കാര്യത്തിലും ഒരു ഉത്സാഹം അനുഭവപ്പെടും. ഇടവം, മെയ് 15 മുതൽ ജൂൺ 14 വരെ. സൂര്യൻ 12-ാം ഭാവത്തിലേക്ക് മാറുന്നു. അനാവശ്യ ചിലവുകൾ വർദ്ധിക്കുന്ന സമയമാണിത്. ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കായി പണം ചിലവാക്കേണ്ടി വരാം. ഈ സമയത്ത് ആർക്കും ജാമ്യം നിൽക്കാനോ വലിയ തുക കടം കൊടുക്കാനോ പാടില്ല. മിഥുനം, ജൂൺ 15 മുതൽ ജൂലൈ 16 വരെ. വ്യാഴം കർക്കിടകത്തിലേക്ക് മാറിയിരിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിത്തുടങ്ങുന്ന സമയമാണിത്. എന്നാൽ സൂര്യൻ നിങ്ങളുടെ ജന്മരാശിയിൽ നിൽക്കുന്ന സമയമായതിനാൽ കോപം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ദേഷ്യം കാരണം നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കർക്കിടകം, ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ. ഈ വർഷത്തെ ഏറ്റവും മികച്ച മാസമാണ്. സൂര്യനും വ്യാഴവും നിങ്ങളുടെ ധനഭാവമായ 2-ാം ഭാവത്തിൽ ഒരുമിക്കുന്നു.
അപ്രതീക്ഷിത ധനലാഭം, ജോലിയിൽ പ്രമോഷൻ എന്നിവ പ്രതീക്ഷിക്കാം. സമൂഹത്തിൽ നിങ്ങളുടെ വാക്കുകൾക്ക് വലിയ വില ലഭിക്കുന്ന സമയമാണ്. ചിങ്ങം ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെ. ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും. സഹോദരങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കും. എന്നാൽ ഓഗസ്റ്റ് 12, 28 തീയതികളിൽ ഗ്രഹണങ്ങൾ നടക്കുന്ന സമയമായതിനാൽ ചെറിയ മാനസിക ഉത്കണ്ഠകൾ ഈ മാസത്തിൽ അനുഭവപ്പെടാം. കന്നി സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 17 വരെ. സൂര്യൻ 4-ാം ഭാവത്തിലാണുള്ളത്. പുതിയ വീടോ വാഹനമോ വാങ്ങാനോ വീട് അറ്റകുറ്റപ്പണികൾ ചെയ്യാനോ ഉള്ള അനുകൂല സമയമാണ്. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. അമ്മയുടെ ആരോഗ്യത്തിൽ പുരോഗതി കാണും. തുലാം ഒക്ടോബർ 18 മുതൽ നവംബർ 16 വരെ. സൂര്യൻ നീചാവസ്ഥയിൽ പോകുന്ന മാസമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉത്കണ്ഠ വർദ്ധിക്കും. ഷെയർ മാർക്കറ്റ്, ചിട്ടി പോലെയുള്ള മേഖലകളിൽ വലിയ തുക നിക്ഷേപിക്കുന്നത് ഈ മാസം ഒഴിവാക്കുക. വൃശ്ചികം നവംബർ 17 മുതൽ ഡിസംബർ 15 വരെ. വ്യാഴം ഇപ്പോൾ 3-ാം ഭാവമായ ചിങ്ങത്തിലേക്ക് മാറിയിരിക്കുന്നതിനാൽ ശത്രുക്കളുടെ മേൽ വിജയം നേടും. കോടതിയോ നിയമപരമായോ ഉള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടാകും. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും. ധനു ഡിസംബർ 16 മുതൽ ജനുവരി 13 വരെ. ജീവിത പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. എന്നാൽ ഈ മാസത്തിലാണ് രാഹു നിങ്ങളുടെ 8-ാം ഭാവത്തിലേക്ക് അഥവാ അഷ്ടമരാഹുവിലേക്ക് മാറുന്നത്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യത പാലിക്കുക. മകരം ജനുവരി 14 മുതൽ ഫെബ്രുവരി 12 വരെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മാസമാണ്. അഷ്ടമഭാവത്തിൽ സൂര്യനും രാഹുവും ഒന്നിക്കുന്ന സമയമാണിത്. കൂടാതെ ഫെബ്രുവരി 6-ന് ഗ്രഹണവും വരുന്നു. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ജാഗ്രത വേണം. വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാം. ജോലിസ്ഥലത്ത് സംയമനം പാലിക്കുക. കുംഭം ഫെബ്രുവരി 13 മുതൽ മാർച്ച് 14 വരെ. മുൻമാസത്തെ പ്രതിസന്ധികളിൽ നിന്നും പതുക്കെ മോചനം ലഭിച്ചു തുടങ്ങും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും. പിതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. മീനം മാർച്ച് 15 മുതൽ ഏപ്രിൽ 13 വരെ. സൂര്യൻ 10-ാം ഭാവത്തിൽ ശനിയൊപ്പം ചേരുന്നു. കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കാം. ജോലിഭാരം കൂടുമെങ്കിലും നിങ്ങളുടെ കഴിവിനുള്ള അംഗീകാരം ലഭിക്കും. പുതിയ തൊഴിലവസരങ്ങൾ തേടിവരും. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇതൊരു പൊതുവായ ഗോചരഫലമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജാതകത്തിൽ ഇപ്പോൾ വ്യാഴം, ശുക്രൻ തുടങ്ങിയ അനുകൂല ഗ്രഹങ്ങളുടെ ദിശയാണ് നടക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഗുണങ്ങൾ ഇരട്ടിയാകും. എന്നാൽ ശനി, രാഹു, കേതു എന്നിവരുടെ ദിശയോ അപഹാരമോ ആണ് നടക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ ദോഷഫലങ്ങളുടെ കാഠിന്യം കൂടും. അതിന് പരിഹാരങ്ങൾ കർശനമായും ചെയ്യേണ്ടതുണ്ട്. ഈ വർഷത്തെ വെല്ലുവിളികളെ മറികടക്കാൻ തിരുവാതിര നക്ഷത്രക്കാർ ചെയ്യേണ്ട ചില ലളിതവും എന്നാൽ ശക്തവുമായ വഴിപാടുകളെക്കുറിച്ച് ഇനി പറയാം. കർമ്മശനിക്ക് പരിഹാരമായി ജോലിയിലെ തടസ്സങ്ങൾ മാറാൻ എല്ലാ ശനിയാഴ്ചകളിലും ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും എള്ളുതിരി കത്തിക്കുകയോ നീരാഞ്ജനം വഴിപാട് നടത്തുകയോ ചെയ്യുക. ജോലിസ്ഥലത്ത് താഴെ തട്ടിലുള്ള ജീവനക്കാരെ സഹായിക്കുന്നത് ശനിയെ പ്രീതിപ്പെടുത്തും. 2026 ഡിസംബർ മുതൽ അഷ്ടമരാഹു തുടങ്ങുന്നതിനാൽ പരിഹാരമായി നാഗാരാധന വളരെ പ്രധാനമാണ്. മാസത്തിലൊരിക്കൽ സർപ്പക്കാവുകളിൽ വിളക്ക് വയ്ക്കുന്നതും ജന്മനക്ഷത്ര ദിവസം ആയില്യം പൂജയോ 100 പാലും സമർപ്പിക്കുന്നതോ അപകടങ്ങളെ അകറ്റാൻ സഹായിക്കും. ജൂൺ മുതൽ ലഭിക്കുന്ന വ്യാഴത്തിന്റെ സുവർണാവസരങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ഗുരുപ്രീതിക്ക് വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ദിവസവും രാവിലെ വിഷ്ണു സഹസ്രനാമം കേൾക്കുന്നതോ ജപിക്കുന്നതോ കുടുംബത്തിൽ വലിയ ഐശ്വര്യം കൊണ്ടുവരും. ഭാഗ്യനിറങ്ങൾ പച്ച, ഇളം മഞ്ഞ, വെള്ള നിറങ്ങളാണ്. അനുകൂല ദിവസങ്ങളായി കണക്കാക്കുന്നത് ബുധൻ, വെള്ളി, വ്യാഴം എന്നിവയാണ്. ഈ വരാൻ പോകുന്ന വിഷുവർഷം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈശ്വരാനുഗ്രഹത്താൽ എല്ലാവിധ നേട്ടങ്ങളും വിജയവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ച് മറ്റെന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. ജ്യോതിർമണ്ഡലം എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.